എല്ലാവരും പറയും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയൊക്കെ ഉണ്ടാക്കിയാൽ ആ ഭക്ഷണത്തിന് രുചി കൂടുമെന്ന്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ കൊല്ലത്തുനിന്ന് കഴിച്ചായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞ ഒട്ടും കൊള്ളാത്ത ബിരിയാണി. കാരണം അവിടുത്തെ ബിരിയാണിയും കൊള്ളില്ലായിരുന്നു, കസ്റ്റമർ സർവീസ് പിന്നെ പറയണ്ട, തീരെ കൊള്ളില്ലായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതിന് അത്യാവശ്യം വ്യൂസും കയറിയിട്ടുണ്ട്. ഇനി ഒരു ആവറേജ് ബിരിയാണിയുടെ കഥ പിടിക്കാം. ദിണ്ടികൾ തലപ്പാക്കട്ടി ബിരിയാണി. റീൽസിലൂടെയും ഷോർട്സിലൂടെയും വീഡിയോസൊക്കെ കണ്ട് ആരാധന മൂത്ത് വലിയ വലിയ പ്രതീക്ഷകളോടെ ഞാൻ ചെന്നെത്തിപ്പെട്ടത് ലുലു മാളിലായിരുന്നു. സംഭവം ഞാൻ സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും അന്ന് കഴിച്ച ദിണ്ടികൾ തലപ്പാക്കട്ടി ബിരിയാണി എനിക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ. എന്നും പറഞ്ഞ് ഒട്ടും കൊള്ളൂലെന്നല്ല, ഒരു 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 ആവറേജ്. ഇനി ഞാൻ കഴിച്ചത് വെച്ചിട്ട് ഏറ്റവും അടിപൊളി ബിരിയാണി വർഷം 2018 അമ്മുമ്മ അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി അരൂർ പാലവും കഴിഞ്ഞ് മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഒരു സാധാരണ കടയുണ്ട്. പുറത്തു നോക്കുമ്പോൾ സാധാരണ കടയാണെങ്കിലും അകത്ത് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നോട്ട് നല്ല ജ്യൂസി ചിക്കൻ റൈസൊക്കെ വിട്ട് കിടക്കുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പക്ഷേ പിന്നീട് ആ വഴി പോകുമ്പം ആ കട നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ അവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്, അടിപൊളിയായിരുന്നു. എന്തൊക്കെയായാലും ബിരിയാണി മന്തി എന്നൊക്കെ പറഞ്ഞ ഒരു വികാരം തന്നെയാണ്. അതിപ്പോൾ എനിക്ക് എങ്ങനെ വെച്ച് തന്നാലും ഞാൻ കഴിക്കും. എന്നിട്ടും ഞാനൊരു ബിരിയാണി കുറ്റം പറയണം എന്നുണ്ടെങ്കിൽ ആ സാധനം എന്നെ അത്രത്തോളം റിഗ്രറ്റ് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഗൈസ് ആൻഡ് ബൈ.